1-ൽ നമ്മൾ ലെങ്ത് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്സ് ഒക്കെ പഠിച്ചുവല്ലോ അല്ലേ? അപ്പോൾ അവിടെ ലെങ്ത് മെഷർ ചെയ്യാനുള്ള ബേസിക് യൂണിറ്റും അതിന്റെ സ്മോളർ യൂണിറ്റ്സും ബിഗർ യൂണിറ്റ്സും ഒക്കെയാണ് പഠിച്ചത്. അപ്പൊ പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണാം. അതിലെന്തൊക്കെയാ പറഞ്ഞത്? ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് പഠിച്ചു, സ്മോളർ യൂണിറ്റ്സും ബിഗർ യൂണിറ്റ്സും കംപ്ലീറ്റ് ചെയ്തു. എന്നിവിടെ ഈ സ്മോളർ യൂണിറ്റ്സും ബിഗർ യൂണിറ്റ്സും എങ്ങനെയാണ് ബേസിക് യൂണിറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത്. എങ്ങനെയാണ് അവരെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക, അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് അതാണ്. ഓക്കെ, ഇവിടെ ലിസൺ. കിലോമീറ്റർ എന്താണ്? സ്മോളർ ആണോ ബിഗർ ആണോ? ബിഗർ യൂണിറ്റ് ആണ് അല്ലെ? കിലോമീറ്റർ ഇസ് എ ബിഗർ യൂണിറ്റ് ആണ്. അപ്പൊ ബിഗർ യൂണിറ്റില് കിലോമീറ്റർ മീറ്ററുമായിട്ട് കമ്പയർ ചെയ്യാണ്. മീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1000 മീറ്റേഴ്സ് ആണ്. 1000 മീറ്റേഴ്സ് ആണ് 1 കിലോമീറ്റർ. 1000 മീറ്റേഴ്സ് ആണ് 1 കിലോമീറ്റർ. അങ്ങനെ ഈ 1000 മീറ്റേഴ്സിന് 10ന്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. 10ന്റെ പവേഴ്സിലേക്ക്, അതായത് 10 raised to 10ന്റെ പവേഴ്സ്. അപ്പൊ കൗണ്ട് ചെയ്യുക, എത്ര സീറോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 meters. 10 raised to 3 meters. Next 1 centimeter. 1 centimeter ഇതെന്താ? ബിഗർ ആണോ സ്മോളർ ആണോ? സ്മോളർ യൂണിറ്റ് ആണ് അല്ലെ? സ്മോളർ യൂണിറ്റ്. സെന്റിമീറ്റർ ഇസ് ദ സ്മോളർ യൂണിറ്റ്. അപ്പൊ 1/100 meters ആണ് 1 centimeter. 1/100 meters ആണ് 1 centimeter. ഇതിനെയും 10ന്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡിനോമിനേറ്ററിലാണ് 100 ഉള്ളത്. 100ന് എത്ര സീറോസ് ഉണ്ട്? 1 2 സീറോസ് ആണുള്ളത്. അപ്പൊ 10 raised to -2 10 raised to -2 meters. Next 1 millimeter. നെക്സ്റ്റ് മെഷർമെന്റ് ചെയ്യുന്നത് 1 millimeter ആണ്. ഇതും ഏതിൽ വരുന്നതാണ്? സ്മോളർ യൂണിറ്റിൽ വരുന്നതാണ്. സ്മോളർ യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് മില്ലിമീറ്റർ. അതും മീറ്ററുമായിട്ട് കമ്പയർ ചെയ്യാണ്. 1/1000 meters ആണ്. 1/1000 meters ആണ് 1 millimeter. അതിനെയും 10ന്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 10ന്റെ പവേഴ്സിലേക്ക്. അപ്പൊ കൗണ്ട് ചെയ്യുക. ഫസ്റ്റ് കൗണ്ട് ചെയ്യുക. 1 2 3 എത്ര സീറോസ് ഉണ്ട് കൗണ്ട് ചെയ്യുക. 1 2 3 10 raised to -3 meters. Okay, next 1 micrometer. 1 micrometer. 1 micrometer. Read it as 1 micrometer. Okay, ഇതിനെ 1/10 lakh ആണ്. 1/10 lakh ആണ്. 10 lakh meters ആണ് 1 micrometer. 10 lakh എത്ര സീറോസ് വേണം? 6 zeros അല്ലേ? 1 2 3 4 5 6 zeros. 1/10 lakh meters ആണ് 1 micrometer. അതിനെയും പവേഴ്സ് 10ന്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 10 raised to -6 meters. Okay, next 1 nanometer. 1 nanometer, writing in meters, 100 crore ആണ്. 100 crore. 100 crore എത്ര സീറോസ് ഉണ്ട്? 9 zeros. 1 2 3 4 5 6 7 8 9 zeros. ഇതിനെയും 10ന്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 10 raised to -9 meters. ഇങ്ങനെയാണ് കൺവേർഷൻ വരുന്നത്. അപ്പൊ ഇതില് കിലോമീറ്ററും ആണ് ബിഗർ യൂണിറ്റ് ആയിട്ട് വരുന്നത്. കിലോമീറ്റർ. ബാക്കി വരുന്ന 4 യൂണിറ്റ്സും സ്മോളർ യൂണിറ്റ്സ് ആണ് അല്ലെ കുട്ടികളെ? സ്മോളർ യൂണിറ്റ്സ് ആണ്. അപ്പൊ 1 kilometer 1000 meters. 1 centimeter equals 1/100 meters. 1 millimeter equals 1/1000 meters. 1 micrometer equals 1/10 lakh meters.
1 nanometer equals 1/100 crore meters. ഈ സൈഡിൽ ചെയ്തേക്കുന്നത് 10ന്റെ പവേഴ്സ് ആക്കി ചെയ്തിട്ടുള്ളതാണ്. 10ന്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. 1 kilometer equals 10⁻³ meters. ഓക്കെ, ഇനി നമ്മള് ഷുഗർ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് പോവാണ്. അങ്ങനെ വിചാരിക്കുക. അവിടെ ഷുഗർ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പ് കീപ്പർ ഷുഗർ മെഷർ ചെയ്ത് തരും, തൂക്കി തരും അല്ലെ, തൂക്കി തരുന്നുണ്ട്. അപ്പൊ ഏത് മെഷീനും, ഒരു മെഷീനിലാണ് തൂക്കി തരുന്നത്. ആ മെഷീൻ എന്താ പേര് പറയാ, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിന് എന്താ പേര് അറിയോ? ബീം ബാലൻസ് എന്നാണ് പറയാ, ബീം ബാലൻസ്. അപ്പൊ ഈ ബീം ബാലൻസിന് 2 വെയിങ് പാൻസ് ആണ് ഉള്ളത്. 2 വെയിങ് പാൻസ്. ഈ വെയിങ് പാൻസില് ഒരു വെയിങ് പാനില് ഷുഗറും മറ്റേ വെയിങ് പാനില് വെയിങ് ബ്ലോക്കും ആണ് ചെയ്യുന്നത്. ബീം ബാലൻസില് ഒരു പാനില് ഞാൻ പറഞ്ഞല്ലോ, ഒരു പാനില് ഷുഗറും മറ്റേ പാനില് വെയിങ് ബ്ലോക്കും ആണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഈ മെഷീന്റെ കാര്യം. അപ്പൊ എത്രത്തോളം ഷുഗർ വേണോ അത്രയും വെയിങ് ബ്ലോക്ക് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ബീം ബാലൻസ്. അപ്പൊ ഇതില് 2 വെയിങ് പാൻസ് ആണ് വരുന്നത്. ഓക്കെ, now next is about the definition of mass. What is mean by mass? What is the definition of mass of a substance? Mass of a substance is the measure of the quantity of matter contained in it. This is the definition of mass of a substance. Next we want the basic unit of mass. The basic unit of mass is kilogram. Basic unit of mass is kilogram. Okay, its symbol is kg. Basic unit of mass is kilogram and its symbol denoted as this one. Short form of this kilogram is kg. അടുത്തതായിട്ട് ഇതിന്റെയും ഈ മാസിന്റെയും സ്മോളർ യൂണിറ്റ്സും ബിഗർ യൂണിറ്റ്സും ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ സ്മോളർ യൂണിറ്റ്സ് ഓഫ് മാസും ബിഗർ യൂണിറ്റ്സ് ഓഫ് മാസും, ഓക്കെ, സ്മോളർ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. Smaller units, millimeter and gram. Smaller units ഏതൊക്കെയാണ്? മില്ലിമീറ്ററും ഗ്രാമും ആണ് smaller units of mass. Smaller units of mass are millimeter and gram. Next is about bigger unit of mass. Bigger units of mass. ബിഗർ യൂണിറ്റ്സിൽ വരുന്നത് കിൻഡലും ടണ്ണുമാണ്. കിൻഡൽ ആൻഡ് ടൺ. ഓക്കെ, സ്മോളർ യൂണിറ്റ്സ് മില്ലിമീറ്റർ ആൻഡ് ഗ്രാം, ബിഗർ യൂണിറ്റ്സ് കിൻഡൽ ആൻഡ് ടൺ. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഈ യൂണിറ്റ്സിന്, സ്മോളർ യൂണിറ്റ്സിനെയും ബിഗർ യൂണിറ്റ്സിനെയും അതിന്റെ ബേസിക് യൂണിറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതായത് അവരുമായിട്ട് കമ്പയർ ചെയ്യാം. ബേസിക് യൂണിറ്റുമായിട്ട് കമ്പയർ ചെയ്യാം. 1 milligram equals 1/10 lakh ആണ്. 1/10 lakh kilogram. 1 2
3, 4, 5, 6 zeros. 1/10 lakh കിലോഗ്രാമിന് ഈക്വൽ ആണ് 1 milligram. 1/10 lakh കിലോഗ്രാമിന് ഈക്വൽ ആണ് 1 milligram. ഈക്വൽസ് 10⁻10ന്റെ പവേഴ്സ് ആക്കി എഴുതുക. ഇവിടെയും മാസിന്റെ ചെയ്തത് ലെങ്ത്തിന്റെ ചെയ്തതുപോലെ തന്നെ, ലെങ്ത്തിന്റെ കേസിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ മാസിന്റെയും 10ന്റെ പവേഴ്സ് ആക്കി എഴുതുകയാണ്. 10⁻6 kilogram. Okay, next 1 gram equals 1/1000 kilogram. എത്ര zeros ഉണ്ട്? 1, 2, 3. അപ്പൊ 10ന്റെ പവേഴ്സ് ആക്കി എഴുതാൻ 10⁻3 kilogram. Sorry, 10⁻³ kilogram. 10⁻³ kilogram. Next 1 quintal. ഫസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം സ്മോളർ യൂണിറ്റ്സ് ആണ്, സ്മോളർ യൂണിറ്റ്സ് ഓഫ് മാസ് ആണ്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബിഗർ യൂണിറ്റ് ആണ്. 1 quintal ഈക്വൽസ് 100 കിലോഗ്രാം ആണ്. 100 കിലോഗ്രാം. 10ന്റെ പവേഴ്സ് ആക്കി എഴുതുമ്പോൾ 10⁻² കിലോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് 1 ടൺ ആണ്. 1000 kilogram, that is 10⁻³ kilogram. Okay, 1 milligram equals 1/10 lakh kilogram. 1 gram equals 1/1000 kilogram. 1 quintal equals 100 kilogram. 1 ton equals 1000 kilogram. ഇതാണ് മെഷർമെന്റ്സിനെ ഓരോ സ്മോളറും ബിഗർ യൂണിറ്റ്സിനെയും, അതായത് വാല്യൂ ഇൻ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. നെക്സ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് ടൈം. ടൈം എന്ന് വെച്ചാൽ സമയം. ബേസിക് യൂണിറ്റ് ഓഫ് ടൈം ഇസ് സെക്കൻഡ്. ഫ്രം ലോവർ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. ബേസിക് യൂണിറ്റ് ഓഫ് ടൈം ഇസ് സെക്കൻഡ്. ഇറ്റ്സ് സിമ്പിൾ ഇസ് ഓൺലി എസ്. Basic unit of time is second. Its symbol is S. Yes. Okay. Here I am giving you 1 minute. 1 minute equals how many seconds? ലോവർ ക്ലാസ് പഠിച്ചതാണ്. എത്രയാണ്? ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ്സ് ആണ്? 60 സെക്കൻഡ്സ് ആണ്. ഓക്കെ, 60 സെക്കൻഡ്സ്. 60 സെക്കൻഡ്സ് ആണ്. അതുപോലെ 1 മിനിറ്റ് 60 സെക്കൻഡ്സ് ആണ്. ഇനി 1 അവർ, 1 അവർ എത്ര മിനിറ്റ്സ് ആണ്? 1 അവർ, 1 അവർ എത്ര മിനിറ്റ്സ് ആണ്? 60 മിനിറ്റ്സ് ആണ് അല്ലേ? 60 മിനിറ്റ്സ്. 1 ഡേ എത്ര അവേഴ്സ് ആണ്? 1 ഡേ how many hours? Okay, 24 hours ആണ്. 24 hours. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നോളജ് ആണ്. The basic unit of time is second. 1 minute equals 60 seconds. 1 hour equals 60 minutes. 1 day equals 24 hours. Okay. Next is about one day. ഒരു ഡേയില് 1 ഡേയില് എത്ര സെക്കൻഡ്സ് ഉണ്ട്? നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ഡേ അതിൽ എത്ര സെക്കൻഡ്സ് ഉണ്ട്? ഹൗ മെനി സെക്കൻഡ്സ്? എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 1 ഡേ ഈക്വൽസ് 24 hours. ഇതറിയാലോ? 1 ഡേ ഈക്വൽസ് 24 hours അറിയാം. അങ്ങനെ 24നെ ഇവിടെ തന്നെ റിമൈൻ ചെയ്യാം. അങ്ങനെ
എത്ര ഒരു അവറിൽ എത്ര മിനിറ്റ്സ് ഉണ്ട്? ഒരു അവറിൽ എത്ര മിനിറ്റ്സ് ഉണ്ട്? 60 മിനിറ്റ്സ് ഉണ്ട്. ഓക്കെ, 60 മിനിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് 24 into 60 അവിടെ തന്നെ റിമെയിൻ ചെയ്യാം. ഒരു മിനിറ്റ് എത്ര സെക്കൻഡ്സ് ആണ്? 60 സെക്കൻഡ്സ് ആണ്. 60 സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. $86,400 seconds. 86,400 seconds ആണ് 1 day. ഒരു ദിവസം എത്ര സെക്കൻഡ്സ് ഉണ്ട്? 86,400 സെക്കൻഡ്സ് ആണ്. അപ്പൊ ഇതിനെ 1 ഡേ എന്നും പറയും, 1 സോളാർ ഡേ എന്നും പറയും. 1 ഡേ എന്നും പറയും, 1 സോളാർ ഡേ. 1 ഡേ അല്ലെങ്കിൽ 1 സോളാർ ഡേ എത്ര സെക്കൻഡ്സ് ആണ്? 86,400 സെക്കൻഡ്സ് ആണ്. ഇനി എന്താണ് എ സോളാർ ഡേ? എന്താണ് അതിന്റെ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുക? എ ഡേ ഓർ എ സോളാർ ഡേ is the time period from 1 noon to next noon. Once again, it is the time period from 1 noon to next noon. Okay, now I am writing that answer definition of a solar day. Writing here, a solar day is the time period from 1 noon to the next noon. This is a solar day or a day. Okay. Next, we got 1 day equals 86,400 seconds. So, therefore, 1 second equals how many solar day? 1 day or 1 solar day is 86,400 seconds we got. Appo, 1 second etra solar day aana? 1 by 86,400 solar day. Okay, noted. Children, these are all noted. A solar day is the time period from 1 noon to the next noon. Appo 1 day അല്ലെങ്കിൽ 1 solar day എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 86,400 seconds ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് സോളാറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്നുമ്പോൾ എങ്ങനെ ചെയ്തു? 1 by 86,400 സോളാർ ഡേ. പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. നന്നായി ശ്രദ്ധിച്ച് വീഡിയോ കാണുക. ഇനി എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. Then subscribe, like, share and comment.